എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോൻ്റകത്തേക്ക് സ്വാഗതം. അതെ, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ മായാവിയെക്കുറിച്ചാണ്. ഏത്? നമ്മുടെ ബാലരമയിലുള്ള മായാവി അല്ല കേട്ടോ. നിങ്ങളൊക്കെ പറയുന്ന, നിങ്ങളൊക്കെ കാണാത്ത, കാണാമറയത്ത് നിൽക്കുന്ന എനിക്കൊരു മായാവി ഉണ്ടല്ലോ. യെസ്, അതെ, സലീമിനെക്കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത്. അപ്പം പലരും സലീമിനെ കളിയാക്കിയിട്ട് മായാവി എന്ന് പറയപ്പെടുന്നു. കാരണം മായാവി സിനിമ കണ്ടിട്ടില്ലേ? മായാവി സിനിമയിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, എന്നാലിട്ട് ആരും ഇട്ട് കാണുന്നില്ല താനും. പക്ഷേ ക്ലൈമാക്സിൽ ആ മായാവി വരുന്നുമുണ്ട് കേട്ടോ. അതാരും ചിന്തിക്കുന്നില്ല. ക്ലൈമാക്സ് എന്ന് പറയുന്നൊരു സംഭവം ഏതൊരു കാര്യത്തിനും ഉണ്ട് എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ക്ലൈമാക്സിൽ മായാവി വരേണ്ട സമയം എപ്പോഴാണോ ആ സമയത്ത് തീർച്ചയായിട്ടും മായാവി വരും. തീർച്ചയായിട്ടും മായാവിയെ നിങ്ങൾക്കൊക്കെ കാണാം. അതിനുള്ളൊരു അവസരം എന്തായാലും മായാവി നിങ്ങൾക്കൊക്കെ തരുന്നതായിരിക്കും. അപ്പം മായാവിയെക്കുറിച്ച് ഇപ്പോൾ പറയാനുള്ള കാരണം എന്താണ് എന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. ഇന്ന് ജനുവരി 17-ാം തീയതി, നാളെ ജനുവരി 18-ാം തീയതി. എന്ന് വെച്ചാൽ മായാവി എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് നാളത്തേക്ക് 17 വർഷം പൂർത്തീകരിക്കുക. 16 വർഷം പൂർത്തിയായി, 17ാമത്തെ വർഷം തുടങ്ങുകയാണ്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ 17ാമത്തെ വെഡിങ് ആനിവേഴ്സറി തന്നെ പറയാം. 17ാമത്തെ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ തന്നെ പറയാം അല്ലേ? 17ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ് ഞങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പോൾ 17 വർഷമായി മായാവി എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട്. അപ്പോൾ നിങ്ങളൊക്കെ കളിയാക്കിയിട്ട് മായാവി മായാവി എന്ന് വിളിക്കുന്നത് കൊണ്ട് ഞാനും മായാവി എന്ന് വിളിക്കുന്നു എന്നേ ഉള്ളൂ, അത്രമാത്രം. അപ്പം ജനുവരി 18, 2009 ഞങ്ങളുടെ വിവാഹം കഴിയുന്നത്. അപ്പോൾ പലർക്കും സംശയമുണ്ട്, ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണോ, അറേഞ്ച്ഡ് മാരേജ് ആണോ, അങ്ങനെ കുറേ സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളൊക്കെ ഞാൻ തീർക്കാം. ആദ്യമേ തന്നെ പറയാം, അറേഞ്ച്ഡ് മാരേജ് ആണ്. എന്ന് വെച്ചാൽ വൺ സൈഡ് ലവ് മാരേജും കൂടിയാണ്. എന്നെ ഒരു കല്യാണ വീട്ടിൽ നിന്നിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് വീട്ടിൽ വന്ന് അന്വേഷിച്ചു, അങ്ങനെ കല്യാണം കഴിച്ചതാണ്. അപ്പം വൺ സൈഡ് ലവ് എന്ന് തന്നെ പറയാം അല്ലേ? അങ്ങനെയൊക്കെ പറയാം. ഞാൻ കാണുന്നത് എന്നെ പെണ്ണ് കാണാൻ വരുന്ന സമയത്താണ്. കല്യാണ വീട്ടിൽ വെച്ചിട്ടാണ് എന്നെ കാണുന്നത്. അപ്പോൾ കാണാൻ വന്നത് നവംബർ 22-ാം തീയതി ആയിരുന്നു കല്യാണം. എനിക്ക് കറക്റ്റ് ഓർമ്മയുണ്ട്. നവംബർ 22-ന് കല്യാണം, ഡിസംബർ 18-ന് വിവാഹ നിശ്ചയം, ജനുവരി 18-ന് വിവാഹം. അത്രേ ഗ്യാപ്പ് വന്നിട്ടുള്ളൂ. അപ്പോഴേക്കും ഞാൻ മായാവിയുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 17 വർഷത്തെ യാത്രയിൽ 2 മക്കളുണ്ട് ഞങ്ങൾക്ക്. മോന് ഈ ഫെബ്രുവരി 26 വെച്ചാൽ 16 വയസ്സ് പൂർത്തിയാവും. 15 വയസ്സ് പൂർത്തിയായി, 16 വയസ്സാമത്തെ 2010-ലുള്ളതാണ്. അപ്പോൾ 26 ആകുമ്പോൾക്ക് 16-ാമത്തെ വയസ്സ്. അപ്പം അങ്ങനെയാണ്. മകൾക്ക് 12 വയസ്സായിട്ടുണ്ട്. അപ്പം ഈ 2 പിള്ളേരാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ നാളത്തെ ഒരു ദിവസം ഈ സ്പെഷ്യൽ ഡേ എന്ന് തന്നെ നമുക്ക് പറയാം. ആ ഒരു ദിവസത്തെ നിങ്ങളേക്ക് മുമ്പിലേക്കും കൂടി ഒന്ന് എത്തിക്കാമെന്ന് കരുതി. മായാവി എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് 17 വർഷമായി. നിങ്ങളൊക്കെ കളിയാക്കുന്ന ആ മായാവി എത്തിയിട്ട് എന്നുള്ളതൊന്ന് പറയണമെന്ന് തോന്നി. പിന്നെയെന്ന് വെച്ചാൽ ഞാനിപ്പം പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റെഡിയായി നിൽക്കുകയാണ്. മായാവിയുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് എന്ത് ഗിഫ്റ്റ് വേണമെങ്കിലും മേടിച്ചോളാൻ പറഞ്ഞു. അപ്പം എന്ത് മേടിക്കണമെന്ന്, പക്ഷേ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. സ്വർണ്ണമൊഴികെ നീ എന്തും മേടിച്ചോ. കാരണം നമ്മുടെ മരിച്ചുപോയ അറ്റ്ലസ് രാമചന്ദ്രൻ സാറിനെയും കൂടി ആ ഒരു നിമിഷത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അറ്റ്ലസ് ജ്വല്ലറിയിൽ പോലും ഇത്രത്തോളം ഗോൾഡ് ഉണ്ടാവില്ല. കാരണം ആദ്യം ഞാൻ അറ്റ്ലസ് ജ്വല്ലറിയുടെ ഭയങ്കര ഫാനായിരുന്നു കേട്ടോ. എന്നതിന് ശേഷമാണ് മലബാർ ഗോൾഡിലേക്ക് ഞാൻ മാറിയത്. മലബാർ ഗോൾഡും അറ്റ്ലസും തമ്മിൽ ഓപ്പോസിറ്റായിരുന്നു കോഴിക്കോട് കാലിക്കറ്റ് വരുന്ന ഷോപ്പുള്ളത്. അപ്പം എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഗോൾഡുകളൊക്കെ അറ്റ്ലസിൽ നിന്നായിരുന്നു ആ കല്യാണം കഴിഞ്ഞ ആ കാലഘട്ടങ്ങളിൽ ഞാൻ മേടിക്കാറുള്ളത്. അപ്പോൾ അറ്റ്ലസ് പോലും ഉണ്ടാവില്ല നിൻ്റെ ഉള്ള അത്ര ഗോൾഡ്, അതുകൊണ്ട് ഗോൾഡ് നീ മേടിക്കല്ലേ, വേറെ എന്തെങ്കിലും നിനക്ക് എന്ത് വേണമെങ്കിലും മേടിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് മേടിക്കണം എന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു സംഭവത്തിനോട് ക്രേസുള്ള ഒരാളൊന്നുമില്ല.
ആകെ ക്രൈസ് ഗോൾഡിനോടാണ്. അത് ആവശ്യത്തിലധികം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ അത് അല്ലാതെ വേറെ എന്ത് മേടിക്കുമെന്ന് നോക്കുമ്പോൾ എനിക്കൊന്നും എൻ്റെ മുമ്പിൽ തെളിഞ്ഞു വരുന്നില്ല. പിന്നെ ഒന്നും മേടിക്കാതിരുന്നാൽ മായാവിക്ക് ദേഷ്യം വരികയും ചെയ്യും. അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി, ഡ്രസ്സ് സെലക്ട് ചെയ്തു. എനിക്ക് ഡ്രസ്സിൻ്റെ ഒരു എന്താ പറയുക, കുറച്ച് ക്രൈസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഡ്രസ്സ് ഇങ്ങനെ എടുത്ത് വെക്കുന്നൊരു ക്രൈസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ 1, 2, 3 കൂട്ടം ഡ്രസ്സ് എടുക്കാമെന്ന് കരുതി. എത്ര വേണമെങ്കിലും എടുത്തോളാൻ പറഞ്ഞു, എത്ര എമൗണ്ട് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. 17 ഗിഫ്റ്റ് മേടിച്ചോളാനും വേണമെങ്കിൽ പറഞ്ഞു. അതിനൊന്നും എനിക്ക് വിരോധമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കുന്നു വീഡിയോ കോളിൽ കൊണ്ടുവരുമോ എന്ന്. കൊണ്ടുവരൂല. ഞാൻ പറഞ്ഞല്ലോ, മായാവി സിനിമ കണ്ട ആൾക്കാരോടൊക്കെ ആയിട്ടാണ് ഞാൻ പറയുന്നത്. മായാവി എന്ന് പറയുന്നൊരു ക്യാരക്ടർ അതിലുണ്ടെങ്കിൽ പോലും വരുന്നത് ഫൈനലി ഘട്ടത്തിലാണ്, ക്ലൈമാക്സിലാണ് മായാവി എൻട്രി ഉള്ളത്. അതേപോലെ മായാവി എൻട്രി ആവേണ്ട ഒരു സമയത്ത് സാഹചര്യത്തിലും തീർച്ചയായിട്ടും മായാവി വരുന്നതാണ്. അപ്പം മായാവിയെ നിങ്ങൾക്കൊക്കെ കാണാം എന്ന് തന്നെ പറയാം. അപ്പം അങ്ങനെയാണ്. അപ്പം ഡ്രസ്സ് എടുക്കാമെന്ന് തീരുമാനിച്ചു ഞാൻ. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതിൻ്റെ മുമ്പായിട്ട് ജസ്റ്റ് ഞാൻ നിങ്ങളോട് ആ ഒരു വിശേഷം കൂടി ഒന്ന് പങ്കുവെക്കാമെന്ന് കരുതി. മായാവി എൻ്റെ ലൈഫിലേക്ക് വന്നിട്ട് 17 വർഷമായി എന്നുള്ള വിവരം ഒന്ന് നിങ്ങളിലേക്ക് കൂടി ഒന്ന് പങ്കുവെക്കാമെന്ന് കരുതി. അപ്പോൾ കോഴിക്കോട് പോയിട്ടാണ് ഡ്രസ്സ് എടുക്കുന്നത്. ഇന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നും ബസ്സിനാണ് പോകാറ്, ഇന്ന് കാറിനാണ് പോകുന്നത്. ഒന്നുമില്ല, ചുമ്മാ ഒരു ചേഞ്ച്. അഥവാ ഞാൻ കോസ്റ്റ്യൂമൊക്കെ കുറച്ച് ഹെവിയൊക്കെ ആയിട്ടുള്ളത് എടുക്കുകയാണെങ്കിൽ എനിക്ക് ബസ്സിൽ പിടിച്ചുകൊണ്ട് പോരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് കാർ എടുത്തിട്ട് പോകാമെന്ന് കരുതി. അല്ലാതെ വേറെ ഒന്നും അല്ല കേട്ടോ. അപ്പം അങ്ങനെയാണ്. എന്നിട്ട് അങ്ങോട്ടൊക്കെ പോകാനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പം നാളെ പ്രത്യേകിച്ച് സെലിബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല, കാരണം പിള്ളേരും ഇവിടെ ഇല്ല. പിള്ളേർ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ പിള്ളേരുണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് ഒരു കേക്കൊക്കെ വാങ്ങിയിട്ട് കട്ട് ചെയ്യായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെയും ഞാനിവിടെയും ആയതുകൊണ്ട് അങ്ങനെ കേക്ക് കട്ടിങ്ങിൻ്റെ പിന്നെ പറഞ്ഞതുപോലെ ഇക്കാക്കി നാട്ടിലില്ലാത്തതാണല്ലോ. അപ്പോൾ എന്ത് ആഘോഷം അല്ലേ. അപ്പോൾ ഏതായാലും 17 വർഷത്തെ യാത്ര ഒരാളുടെ കൂടെ കൂടിയിട്ട്, ഒരു പക്ഷേ എൻ്റെ വാപ്പ നോക്കിയതും മായാവി നോക്കിയതും ഈക്വലായി തുടങ്ങാൻ ഒരു 6 മാസം കൂടിയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. നിങ്ങളോടുകൂടി ഒന്ന് പങ്കുവെക്കാമെന്ന് കരുതി ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷോപ്പിംഗ് വ്ളോഗ് ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്, എല്ലാവരും ഒന്ന് കാണുക. ഫോളോ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിടുക. അതൊക്കെ അല്ലേ ഒരു സപ്പോർട്ട്. ഒന്നുമില്ലേ, നിങ്ങൾക്ക് ആർക്കും എന്നെ ഇഷ്ടമല്ല, പക്ഷേ എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ ആകാംക്ഷയും ആഗ്രഹവും ഉണ്ട്. എന്നാലോ എന്നെപ്പറ്റി കുറ്റങ്ങൾ മാത്രമേ പറയുകയുള്ളതാനും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്നെ ഒന്ന് ഫോളോ ചെയ്തിടുന്നതിന് വലിയ വിരോധമൊന്നും ഇല്ലല്ലോ. എൻ്റെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അറിയാമല്ലോ. അത് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, ഫോളോ ചെയ്തിടുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. മായാവി ഇല്ലാന്നും മായാവി അരുണാണെന്നും അങ്ങനെ മായാവി എന്നെ ഉപേക്ഷിച്ച് പോയതാണെന്നും മായാവി ജീവനോടൊക്കെ ഇല്ലാന്നും അങ്ങനെയുള്ള പല കമൻറ്റുകളും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒക്കെ നിങ്ങൾ ഇട്ടോളി, എനിക്കൊരു കുഴപ്പമില്ല. അപ്പം അങ്ങനെയാണ്. ഞാൻ ഇതിൻ്റെ നേരെ പുറകെയായിട്ട് ഷോപ്പിംഗ് വ്ളോഗും കൂടി ഉണ്ടാവും, അതും കൂടിയും കാണുക. ഏതാ എന്നൊക്കെയുള്ള ബാക്കി ഡീറ്റെയിലൊക്കെ. സങ്കടവും സന്തോഷവും നിറഞ്ഞുള്ള ഒരു ദിവസമായിരുന്നു എനിക്ക് ജനുവരി 18 എന്ന് പറയുന്നത്. ആ സങ്കടം എന്തായിരുന്നു എന്നുള്ളതും സന്തോഷം എന്തായിരുന്നു എന്നുള്ളതും അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ നാളത്തെ വീഡിയോയിലാവട്ടെ. ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ മുമ്പേ ഉള്ള ചെറിയൊരു പൂത്തിരി കത്തി എന്നുള്ള കത്തിപ്പ് അത്രമാത്രം. അതുകൊണ്ട് നാളെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാം, കാണാം, ഒക്കെ അറിയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് ജോസലിൻ. അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യൂ കേട്ടോ.